ഹായ് കൂട്ടുകാരെ, എന്തൊക്കെ ആലോചിച്ചുണ്ടെങ്കിൽ നടന്ന കൂട്ടത്തിലാണ് നോക്കിയപ്പോ പോച്ചയ്ക്കകത്തൊരു പ്ലാസ്റ്റിക് കുപ്പി കിടക്കണം. നമുക്ക് ആ കുപ്പി ഇങ്ങനെ എടുക്കാം. ഇതുകൊണ്ട് എന്തൊരു ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം മനസ്സിലെ ഒരു ഐഡിയ വന്നത്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പ്ലാസ്റ്റിക് കുപ്പി നമുക്ക് പതിയെ കട്ട് ചെയ്തെടുക്കാം. മേളിൽ കുറച്ച് കട്ട് ചെയ്തെടുക്കണം. പതിയെ കട്ട് ചെയ്ത് കൈ മുറികളിൽ സൂക്ഷിക്കണം. സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പതിയെ കട്ട് ചെയ്തെടുത്ത് മേളത്തെ അത് ഇപ്പം മാറ്റുക. ഇനി ഇപ്പൊ കണ്ട ഇതിന്റെ മേളിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലിപ്പം വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ, വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് 3-4 ഹോൾ ഇടണം. നമുക്ക് പതിയെ കത്തി കൊണ്ട് തന്നെ മണ്ണിൽ വെച്ച് ഹോൾ ഇടാം. കത്തിക്ക് നല്ല മുനയുള്ളതുകൊണ്ട് നമുക്ക് പതിയെ ഹോൾ ഇടാം. ഹോളിട്ട് കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തറയിൽ വെച്ച് ഹോളിട്ടത്. ഇനി നമുക്ക് ആ ഹോളൊന്ന് വലുതാക്കണം. പതിയെ കത്തി കൊണ്ട് തന്നെ നമുക്കത് വലുതാക്കാം. വലുതാക്കിയെടുത്ത് കണ്ട, ഇതിനകത്ത് വെള്ളം വല്ലതും നിന്ന് കഴിഞ്ഞാൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഹോള്. കണ്ടോ, ഇതിനകത്ത് നമുക്ക് അരിയൊക്കെ വേണമെങ്കിൽ ഉണക്കാം. ചെടികളുടെ അരിയൊക്കെ ഉണക്കാം. നമ്മൾ പേപ്പറിലൊക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പറന്നു പോകും. ഇതാകുമ്പം കുഴപ്പമില്ല. ഗ്യാപ്പിൽ കൂടെ വെള്ളം വല്ലതും വീണാലും അങ്ങ് പൊയ്ക്കോളും, കെട്ടി നിൽക്കത്തില്ല. ഇതിനകത്ത് മണ്ണ് നിറച്ച് നമുക്ക് ഉണങ്ങിയ അരി പാകാനും നല്ലതാണ്. അടിപൊളി സാധനമാണ്. മണ്ണിലൊക്കെ പാകിക്കാൻ ചിലപ്പോൾ ഉറുമ്പ് അങ്ങനെയൊക്കെ എടുത്തോണ്ട് പോകും. നമ്മൾ ഇതുപോലെ പാകിയതാണ് ഇത്. കണ്ടോ, ഇതുപോലെ പാകി കിളിപ്പിച്ചതാണിത്. ഇതെല്ലാവർക്കും ഒരു പ്രയോജനമാണ്. ചുമ്മാ ഇത് കളയുന്ന പ്ലാസ്റ്റിക് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. കണ്ടോ, വേറെ കടിയിൽ കൂടെ വന്നത് കണ്ടോ. ഇത് മുരിങ്ങയാണ്. ഇപ്പം കുറച്ച് ദിവസമായി, ഒരാഴ്ചയായി. ഞാൻ ഇതുപോലെ വേറെ ഉണ്ട്. വേണ്ടേ, ഇത് വെണ്ടയാണ്. ഒരു സൈഡിൽ വെണ്ടയും ഒരു സൈഡിൽ തക്കാളിയാണ്. അത് വെണ്ടയും ഇത് തക്കാളിയുമാണ്. ഇതുപോലെ ഞാൻ ക്ലിപ്പിച്ചാണ്. അരി ഉണക്കിയിട്ട് ഇതുപോലെ മണ്ണിട്ട് പാകിപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പറിച്ച് മാറ്റി മണ്ണിൽ നടാവുന്നതാണ്. ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ അരി മേടിച്ച് അരി എടുത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പറിനകത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിയുമ്പോൾ കാറ്റടിച്ച് ഉറുമ്പ് അങ്ങനെയൊക്കെ ഇതങ്ങ് പോന്നു. ചിലപ്പോൾ അരി നമ്മൾ ഇടുന്നിടത്തായിരിക്കത്തില്ല കിളിക്കുന്നത്, ഉറുമ്പെടുത്തോണ്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും കിളിക്കുക. ഇതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് ഉണക്കി ഉറുമ്പൊന്നും കൊണ്ടുപോകത്തില്ല. കാറ്റടിച്ചാലും ഇത് പോകത്തില്ല. ഇതിനകത്ത് തന്നെ കിടക്കും. മഴ പെയ്താൽ തന്നെ ഈ ഹോളിനകത്തൂടെ ഇറങ്ങിപ്പോക്കും. ഞാൻ ഇത് കണ്ടോ, ഇതുപോലെ ഞാനിത് ചെയ്തതാണിത്. കണ്ടോ, ഇതുപോലെ ഞാൻ പ്ലാസ്റ്റിക് കവറിനകത്തും പ്ലാസ്റ്റിക് കുപ്പിയിലും എല്ലാം നട്ടു വളർത്തുന്നതാണ്. ഇതുപോലെ കണ്ടോ, ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.